നമസ്കാരം. കുവൈറ്റ് ജനത്തിൻ്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആത്മീയതയും ആരോഗ്യബോധവുമുള്ള ശാസ്ത്രീയ ജീവിതശൈലിയിലേക്കുള്ള സംയുക്ത സഞ്ചാരമായി മാറുകയായിരുന്നു അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച എ പാത്ത് ടു ഇന്നർ പീസ് എന്ന പ്രത്യേക പരിപാടി. സെൻറ്റർ ഫോർ ഇന്ത്യ സ്റ്റഡീസ് കുവൈറ്റും ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കുവൈറ്റ് ചാപ്റ്ററും സംയുക്തമായി സംഘടിപ്പിച്ച യോഗാ പരിപാടി ആത്മീയതയും ശാന്തതയും നിറഞ്ഞ അനുഭവമായി. ആരോഗ്യവും സമത്വവുമാണ് യഥാർത്ഥ ജീവിത വിജയം. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സമതുലിതമായ വികാസത്തിനായുള്ള ആഹ്വാനമായി മാറി യോഗ എ പാത്ത് ടു ഇന്നർ പീസ്. ആഗോള ആരോഗ്യ സങ്കല്പങ്ങളെ ഉദ്ദിഷ്ടമാക്കി ആചരിച്ച അന്താരാഷ്ട്ര യോഗാ ദിനം കുവൈറ്റിൽ സമഗ്രവും ഗംഭീരവുമായ പരിപാടികളിലൂടെ വിപുലമായാണ് ആഘോഷിച്ചത്. സെൻറ്റർ ഫോർ ഇന്ത്യ സ്റ്റഡീസ് കുവൈറ്റും ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കുവൈറ്റ് ചാപ്റ്ററും സംയുക്തമായി ആസ്വാദകരമായ രീതിയിൽ സംഘടിപ്പിച്ച പരിപാടികൾ ആസ്പെയർ ഇന്റർനാഷണൽ സ്കൂൾ ക്യാമ്പസിലാണ് നടന്നത്. രാവിലെ 7 മുതൽ 8:30 വരെ നടന്ന യോഗ സെഷനുകൾ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ആത്മീയമായ യോഗാ പരമ്പരയുടെ ആഘോഷമായിരുന്നു. നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ CISന്റെ വിദ്യാർത്ഥി വിഭാഗം നയിച്ച യോഗ ഫ്ലോയോടെ ആരംഭിച്ച പരിപാടിക്ക് ഔദ്യോഗികതയും ഊർജവും നൽകിക്കൊണ്ട് രാജ്യാന്തര യോഗാ ഗുരുക്കന്മാരായ പത്മശ്രീ ഡോക്ടർ NR നാഗേന്ദ്രയും ഡോക്ടർ മഞ്ജുനാഥ് എന്നെയും പങ്കെടുത്തു. CAS ജനറൽ സെക്രട്ടറി R. രൂപേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ICAI കുവൈറ്റ് ചാപ്റ്റർ ചെയർപേഴ്സൺ CA രോഹിത് അഗർവാൾ അധ്യക്ഷത വഹിച്ചു. CAS പ്രസിഡന്റ് TR സഞ്ജുരാജ്, എംബസി സെക്കൻഡ് സെക്രട്ടറി ബൈജ്നാഥ് പ്രസാദ്, CA ഉമേഷ് സോണി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പ്രമുഖ യോഗാ ഗുരുവും എസ് വ്യാസ സർവകലാശാലയുടെ പ്രസിഡന്റുമായ പത്മശ്രീ ഡോക്ടർ HR നാഗേന്ദ്ര യോഗം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ S. നാഗേന്ദ്ര എസ് വ്യാസ സർവകലാശാലയുടെ പ്രസിഡന്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗ ഉപദേശകനുമാണ്. വൈസ് ചാൻസലർ ഡോക്ടർ മഞ്ജുനാഥ് NKയും മറ്റ് സംഘാടകരും ചേർന്നാണ് ഭദ്രദീപം തെളിയിച്ച് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ആരോഗ്യവും ശാന്തതയും മാത്രമല്ല, ആനന്ദപരമായ ജീവിതം നയിക്കാൻ യോഗ സഹായിക്കുന്നു എന്ന സന്ദേശം പങ്കുവെച്ചുകൊണ്ട് നടന്ന പരിപാടിക്ക് ഗൗരവമുള്ള ആത്മീയ പശ്ചാത്തലമാണ് ലഭിച്ചത്. പരിപാടിയിൽ വിവിധ യോഗാ സംഘടനകളിലെ പ്രതിനിധികളും വിദ്യാർത്ഥികളും സജീവമായി പങ്കെടുത്തു. ഇന്റർനാഷണൽ യോഗ പ്രോട്ടോകോൾ, വിവിധ യോഗാസനങ്ങൾ, പ്രാണായാമം, ധ്യാനം, സൂര്യനമസ്കാരം എന്നിവ ഉൾപ്പെടുത്തിയ പരിപാടിയിൽ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാൻ യോഗ എങ്ങനെ സഹായിക്കുന്നു എന്നതിന് വ്യക്തമായ വിശദീകരണങ്ങളും ഉണ്ടായി. വിവിധ ഉല്ലാസയോഗ രൂപങ്ങൾ, പ്രതീക്ഷയും സമാധാനവും ഉണർത്തുന്ന പ്രാണായാമ വ്യായാമങ്ങൾ, മനസ്സിനെ ശാന്തമാക്കുന്ന ധ്യാന പരിശീലനങ്ങൾ തുടങ്ങിയവ സമാഹരിച്ച പരിപാടി കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ ഒരുപോലെ ആകർഷിച്ചു. പരിപാടിയിൽ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകരും സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു.
വിദ്യാഭ്യാസത്തിൽ ശാന്തതയും ആത്മീയതയും തിരിച്ചെത്തിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഡോക്ടർ HR നാഗേന്ദ്ര പറഞ്ഞു. മനസ്സിന്റെ സമഗ്രമായ വളർച്ച ലക്ഷ്യമാക്കി വിദ്യാഭ്യാസത്തിൽ 2 തലത്തിലുള്ള മാനസിക പരിശീലനം ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത മുഖ്യപ്രഭാഷണത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. In concentration, there is the speeding up of the thought. You should be able to read faster and faster and understand them. That's one dimension. But there is a second dimension, Padmini says, is to calm down the mind, silence the mind, tranquil the mind, go to deeper and deeper levels of silence, called as the samadhi, and higher levels of samadhi to reach the highest level of excellence, that is kaivalya. So these are like 2 wings on which we have to grow. Unfortunately, in our education system, we have removed the second dimension which existed in our earlier system of education, in our Gurukula system. മനസ്സിന്റെ വേഗതയും ബുദ്ധിയുടെ മൂർച്ചയും വളർത്തുന്നതിലാണ് ഇന്ന് വിദ്യാഭ്യാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ചിന്തകൾ കൂടുതൽ വേഗത്തിൽ ഓടിക്കുവാനുള്ള കഴിവിലാണ് ഇന്ന് വിജയം കണക്കാക്കപ്പെടുന്നത്. വായിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യേണ്ടതിൻ്റെ കഴിവാണ് വിദ്യാഭ്യാസം വളർത്തുന്നത്. എന്നാൽ അതിനൊപ്പം ഉണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ വളർച്ചാ തലമായ മനസ്സിന്റെ ശാന്തത എന്നത് ആധുനിക പാഠ്യരീതികളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. In our education is to bring back this dimension of calming down the mind, silencing the mind, tranquilizing the mind, and go to deeper and deeper levels of silence. That silence is peace, and that silence and peace is the bliss, happiness. We not only want health in general, but we have to see that we go to higher levels of bliss. According to the World Health Organization, health is not merely absence of a disease or an infirmary. It's a state of well-being at physical, mental, social, with a spiritual basis. And that's how WHO defines health. Therefore, when we are talking about one world, one health, we have to look at this health in this holistic perspective. ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും മരുന്നുകളിൽ നിന്ന് മോചനം നേടാൻ കഴിയാത്ത അസുഖങ്ങളാണെന്നും ജീവിതശൈലിയെ ശാസ്ത്രീയമായി തിരുത്താൻ തയ്യാറായാൽ ആരോഗ്യം വീണ്ടും കൈവരിക്കാനാകുമെന്ന് SVSR സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മഞ്ജുനാഥ് NK പറഞ്ഞു. Diabetes is not a disease. Diabetes is not a serious health problem or health issue. It is an indication that you are not relaxing your body and allowing your physiological functions to come back to normalcy. Hypertension is not a disease. I mean, of course, there are organic causes because of which you can have diabetes or hypertension. But stress-induced non-communicable diseases can 100% be reversed. ഹൈപ്പർ ടെൻഷൻ ഒരു രോഗമല്ല, അത് ശരീരവും മനസ്സും നേരിടുന്ന ദൈനംദിന സമ്മർദ്ദത്തിന്റെ പ്രതിഫലനമാണ്. ജീവിതശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് മാത്രം വർഷങ്ങളായി മരുന്നുകൾ ആശ്രയിക്കുന്ന ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും നിയന്ത്രിക്കാനും ചിലരിൽ പൂർണ്ണമായി മാറ്റുവാനും കഴിയും. Everything is very easy except for bringing some discipline to your life. If you have to give some time to yourself, it's very difficult. We always ask people, can you give a commitment? Okay, so now your lifestyle has to be taken care, you have to give a commitment. What you should do? Your diet, physical activity, mental stress management and your habits. ജീവിതശൈലിയുടെ പുനഃസംഘടനയിലും അതിനോട് പ്രതിജ്ഞാബദ്ധമായ നിലപാടുമാണ് രോഗത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ വഴിയൊരുക്കുന്നത്. ശരിയായ ഭക്ഷണക്രമം, കൃത്യമായ വ്യായാമം, മാനസിക സമ്മർദ്ദ നിയന്ത്രണം, ശീലങ്ങളുടെ ശുദ്ധീകരണം, ഇവയിൽ ഏത് ഘടകത്തിലും മാറ്റം സംഭവിച്ചാലും അസന്തുലിതാവസ്ഥകൾ ശരീരത്തെ ബാധിക്കും. പരിചരണത്തിന്റെ ശാസ്ത്രീയതയും ആത്മീയമായ ശാന്തതയും ജീവിതശൈലിയുടെ ഭാഗമാക്കേണ്ടതുണ്ട്. മാനസിക സമ്മർദ്ദം നിയന്ത്രിച്ച് ഹോർമോണുകളുടെ അളവ് സ്ഥിരമാക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് യോഗയെന്നും മാനസിക സമ്മർദ്ദവും അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ കുറയ്ക്കാൻ യോഗ വഴി സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. Cortisol is blamed very badly. Okay, cortisol is a hormone which increases when you have high levels of stress. But actually it prepares your body. Okay, it makes your heart rate little high, respiration go up and your blood pressure is taken little up so that you can have this fight or flight response. You are prepared well enough to handle any situation, physical or mental.
But the problem what we do is, after that fight or flight response, we are supposed to bring our physiological functions to normalcy. When you don't do that, these remain on the higher side. Blood sugar level is taken up so that your body, when it is needed, glucose is needed, you can supply. But imagine you are always under stress, your blood sugar levels are always little high. യോഗ ഒരു വ്യായാമമല്ല, ഒരു ജീവിത രീതിയാണെന്ന സന്ദേശം എത്തിക്കുന്നതിൽ ഇത്തരം പരിപാടികൾ വലിയ പങ്കാണ് വഹിക്കുന്നത്. ശാരീരികവും മാനസികവും ആത്മീയവുമായ സമത്വം സ്ഥാപിക്കുന്നതാണ് യഥാർത്ഥ ആരോഗ്യത്തിൻ്റെ അർത്ഥം. സംഘാടകരായ CAS കുവൈറ്റും ICAI കുവൈറ്റ് ചാപ്റ്ററും ചേർന്ന് സംഘടിപ്പിച്ച ഈ പരിപാടി യോഗയുടെ ആന്തരികതയും ആഗോള പ്രസക്തിയും ഒരുമിച്ച് കൈവരിക്കാൻ ശ്രമിച്ച യോഗാ ദിനാചരണമായി മാറുകയായിരുന്നു. കുവൈറ്റിലെ യോഗ പരിശീലന സ്ഥാപനങ്ങളുമായി നല്ല സഹകരണത്തിലൂടെ നടന്ന ഈ പരിപാടി ഇന്ത്യയുടെ സാംസ്കാരിക മുഖചിത്രം കുവൈറ്റിൽ പ്രത്യക്ഷമാക്കിക്കൊണ്ടാണ് അവസാനിച്ചത്. ന്യൂസ് അപ്ഡേറ്റ്. അന്താരാഷ്ട്ര യോഗാ ദിനം കുവൈറ്റിൽ ആഘോഷപ്രഭയോടെയാണ് ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ നടന്നത്. കുവൈറ്റിൽ ആദ്യമായി പൊതുവേദിയിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷം ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ വലിയ വിജയകരമായിരുന്നു. ആരോഗ്യവും ആത്മീയതയും ഏകീകൃതമായി ആഘോഷിച്ച ഈ ചടങ്ങ് ഇന്ത്യൻ ഗ്ലോബൽ ആശയമായ ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന സന്ദേശത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് സംഘടിപ്പിച്ചത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച യോഗാ പ്രദർശന പരിപാടികളാണ് സംഘടിപ്പിച്ചത്. This is our first big public yoga event in Kuwait. സാൽമിയ ബൊളിവാർഡ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന വൻ യോഗാ സമ്മേളനം ഇന്ത്യൻ സംസ്കാര പരിഷ്കരണ കൗൺസിലും ആയുഷ് മന്ത്രാലയവും ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുമായുള്ള സഹകരണത്തോടെയാണ് നടന്നത്. And I must say that this is due to the efforts of people in Kuwait who have been practicing yoga, the efforts of people like Sheikha AJ Sabah. കോമൺ യോഗ പ്രോട്ടോകോൾ അഭ്യാസത്തോടെ ആരംഭിച്ച പരിപാടിയിൽ 1500-ലധികം ആളുകൾ പങ്കെടുത്തു. ഇന്ത്യൻ സമൂഹവും വിദേശ ഡിപ്ലോമാറ്റുകൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, യോഗ ആരാധകർ എന്നിവർ വേദിയിൽ സജീവ സാന്നിധ്യം പുലർത്തി. യോഗ ഗുരുവായ പത്മശ്രീ ആചാര്യ HR നാഗേന്ദ്ര, കുവൈറ്റിലെ രാജകുടുംബാംഗവും യോഗ പ്രചാരകയുമായ പത്മശ്രീ ഷെയ്ഖ അൽ സബാഹ് എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായിരുന്നു. 500 years old gift from India to the world. Yoga helps us to stay fit and reduce stress and improve our focus. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ഡയറക്ടർ ജനറൽ ഹുസൈൻ അൽ മുസല്ലം യോഗയെ ഒരു ഔദ്യോഗിക കായിക ശാഖയായി അംഗീകരിച്ചതിന്റെ ചരിത്രം പങ്കുവച്ച് സംസാരിച്ചു. To make this day happen for the first time in Kuwait. And I also would like to confirm to you that the Olympic Council of Asia have recognized yoga as one of the sport activity in Asia. യോഗാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ എംബസി 3 കർട്ടൻ റൈസർ യോഗ സെഷനുകളും എല്ലാ പ്രായക്കാർക്കുമായി ഒരു യോഗ പോസ്റ്റർ മത്സരവും നടത്തിയിരുന്നു. By top experts in our country has been promoted in a big way, and I'm so happy that all of you have joined today for the practice of this wonderful event. ചടങ്ങിൽ കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദിർ സ്വൈക മുഖ്യപ്രഭാഷണം നടത്തി. യോഗ ഒരു ഭാരതീയ പൈതൃകമാകുന്നതിനോടൊപ്പം ആഗോള ആരോഗ്യത്തിനും മാനസിക സമാധാനത്തിനും വലിയ സംഭാവന നൽകുന്ന മാതൃകയാണ്. നമ്മുടെ ജീവിതശൈലിയിൽ ഇതിന്റെ അംഗീകാരം അനിവാര്യമാണെന്ന് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ നൈറ്റിംഗേൽസ് ഓഫ് കുവൈറ്റ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി സിജു മോഹൻ തോമസിനെയും ജനറൽ സെക്രട്ടറിയായി ടീന സൂസൻ തങ്കച്ചനെയും ട്രഷററായി ട്രീസ അബ്രഹാമിനെയും തിരഞ്ഞെടുത്തു. പ്രഭാ രവീന്ദ്രൻ വൈസ് പ്രസിഡന്റ്, ഷൈജു രാജൻ ജോയിന്റ് സെക്രട്ടറി, റോയി യോഹന്നാനാണ് രക്ഷാധികാരി.
അണിയറ ഇടപ്പള്ളി ആർട്സിന്റെ മൂന്നാമത് നാടകം യാത്രകൾ അവസാനിക്കുന്നില്ല എന്ന 5 ഭാഷാ നാടകത്തിന്റെ പുസ്തക പ്രകാശനം നടന്നു. പ്രകാശന ചടങ്ങിൽ മനോജ് മാവേലിക്കരയും സത്താർ കുന്നിലും ചേർന്ന് ദീപം തെളിയിച്ചു. കുവൈറ്റിലെ നാടക കലാകാരന്മാർ ചടങ്ങിൽ സംബന്ധിച്ചു. അജയ് ഘോഷ് ഇടപ്പള്ളിയാണ് നാടകത്തിന്റെ രചനയും രംഗപടം, മേക്കപ്പ്, ഗാനങ്ങൾ, സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത്. നായർ സർവീസ് സൊസൈറ്റി കുവൈറ്റ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി എൻ കാർത്തിക് നാരായണനും ജനറൽ സെക്രട്ടറിയായി അനീഷ് പി നായരും ട്രഷററായി ശ്യാംജി നായരും വനിതാ സമാജം കൺവീനറായി ദീപ്തി പ്രശാന്തിനെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി AK ഖണ്ഡേനെ തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ് ഹരിവി പിള്ള, ജോയിന്റ് സെക്രട്ടറിമാരായി മധു വെട്ടിയാർ, അനീഷ് ശിവൻ, ജോയിന്റ് ട്രഷറർ അഖിൽ വാസുദേവൻ പിള്ള, വെൽഫെയർ കമ്മിറ്റി കൺവീനർ പ്രബീഷ് MP, IT കൺവീനർ സുനീഷ് നായർ തുടങ്ങിയവരാണ് മറ്റു ഭാരവാഹികൾ. കോട്ടയം ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈറ്റ് നൈറ്റിംഗേൾസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഡോക്ടർ സുസവന സുജിത് നായരുടെ നേതൃത്വത്തിൽ ക്യാൻസർ ബോധവൽക്കരണ സെമിനാറും നടന്നു. നഴ്സുമാർക്കുള്ള ആദരവ്, കലാപരിപാടികൾ എന്നിവ ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. നിജിൻ ബേബി പ്രസിഡന്റ്, ജിത്തു തോമസ് ജനറൽ സെക്രട്ടറി, സുബിൻ P. ജോർജ് ട്രഷറർ തുടങ്ങിയവർ സംസാരിച്ചു. Hello viewers, welcome to KQ Matters 2024 organized by Pavan's Indian Educational School Kuwait. Today in this quizzing compact we have the category of grade 9s to 12. Once again welcome to KQ Matters 2024 where knowledge reigns supreme. Now we go to the last round, the final round, the 5th round based on current affairs. Question number 1 to Team A. This human skeleton, shown from the waist down, from the island of Borneo, bears evidence that the lower left leg was amputated roughly 31,000 years ago. Name the method by which scientists were able to calculate the age of the skeleton. Carbon dating. Carbon dating. Yeah, correct answer. Well done, well done. Carbon 14 dating, the correct answer. But you gave the correct answer, we accept. Well done. Next question to Team B. Name the woman who is leading Gaganyaan mission. Is it Ritul Srivastava? Sorry, your answer is incorrect. The correct answer is VR Lalithampika. VR Lalithampika is the correct answer. Question 3 to Team C. Team C, are you ready? So this is the question. The image shows the first ever image of a black hole captured by the Event Horizon Telescope project in 2019. What is the name of the galaxy where the supermassive black hole is located? Yeah, is the answer the Milky Way? Sorry, your answer is incorrect. Next question is to Team D. Name the country where Hindi radio broadcasting started for the first time recently on April 21st, 2024. Is it Belgium? Belgium? Your answer is wrong. If I give the answer, you'll be surprised. The correct answer is Kuwait. Now we go to the second round of current affairs. The first question in the second round is to Team A. In 2024, paleontologists announced the discovery of a new species of dinosaur named Pherosaurus sastutensis. In which country was this dinosaur discovered? Name the country. Your time starts now. Brazil. Brazil? Sorry, your answer is wrong. So it is a country in Northern America. It is Canada. Okay, now we go to the next question to Team B. Ashwini Vaishnav, Union IT Minister of India, announced that semiconductor manufacturer Micron Technology, which is setting up its plant in India. Micron is set to establish India's first semiconductor plant in which state? Name the state. I think the state is Gujarat. State of Gujarat. Your answer is not incorrect. That means your answer is correct. You get 10 points. Name the research institute in India that developed synthetic
antigen that can boost antibody production against cancer cells? IISc? No, the correct answer is Indian Institute of Science. Indian Institute of Science. The last question in the segment is to Team D. Who was named by the Time magazine as Person of the Year for 2023? Person of the Year 2023 by the Time magazine. 10 seconds remaining. Is it Avantika? Avantika. Your answer is wrong. I'll give the answer. The correct answer is Elon Musk. Who is Elon Musk? Yes, Team C, do you know who Elon Musk is? Keep your mic, please. Yeah. He's a billionaire who owns multiple companies. Multiple companies. Like Tesla. Tesla. Okay, correct answer. All the 5 rounds are over. Now the final results are ready. Team A with 50 points. Team B with 50 points. Team C 40 points. Team D 40 points. കുവൈറ്റ് ജനത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.